ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അത് കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് കപ്സ് കാർഡാണ്. ഒരു ഇമോഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന മിസ്സിങ് ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും കാണുവാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അവരായിട്ട് തന്നെ മിസ് ചെയ്തു. അതിലവർ വേദനിക്കുന്നുണ്ട്. നിങ്ങൾ കാണുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴും അവർ അവോയ്ഡ് ചെയ്തിരുന്നു. ഇന്ന് അവർ ആ ഒരു കാര്യത്തിൽ ഒത്തിരി വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരുടെ ഫാമിലി, കരിയർ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഓർമ്മകളിലൂടെ പോവുകയാണെന്ന് പറയാണ്. ഒരു ദിവസം ഫുള്ള് നിങ്ങളെ ഓർക്കാമെന്ന് പറയില്ലേ? നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കായിട്ട് വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയേറെ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ കണക്റ്റഡ് ആണെന്ന് പറയാണ്. പാസ്റ്റിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സ്നേഹവും കരുതലും അവർക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളുമായിട്ടുള്ള ഒരു റിച്ച് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് സോർട്സ് കാർഡാണ്. 3 ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു പെയിനെയാണ് ഇവിടെ കാണിക്കുന്നത്. രാത്രികാലങ്ങളിലായിരിക്കണം കൂടുതലും നിങ്ങളെ മിസ് ചെയ്യുന്നത്. കാരണം തിരക്കൊഴിഞ്ഞ ഒരു നിമിഷത്തിൽ വേറെ ചിന്തകളൊന്നും അവരിലേക്ക് കയറി വരുന്നില്ല. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. രാത്രികാലങ്ങളിൽ നിങ്ങളും അവരും തമ്മിൽ ഒത്തിരി സംസാരിച്ചിരുന്ന നിമിഷങ്ങൾ അവർക്ക് മിസ് ചെയ്യാണ്. അല്ലേ? നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു സെപ്പറേഷനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഒരു ലോസ് അവർക്ക് സംഭവിച്ചു എന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെയേറെ പെയിനാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. ഹാർട്ട് ബ്രോക്കണെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. മാത്രമല്ല, ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തൊരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ അവർ ഹീലാവുന്നുണ്ട്. അവരിലുള്ള ആ ഒരു വിഷമം മാറുവാനായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ്. അവരിലേക്ക് വരാനിരിക്കുന്ന നിങ്ങളെന്ന സോളിനെ അവർ അന്വേഷിക്കുകയാണ്. നിങ്ങളിലാണ് അവർ പൂർണ്ണത കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന, വേദനിക്കുന്ന ഒരു മനസ്സിനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് വന്നാലേ അവർക്ക് എല്ലാ രീതിയിലുള്ള ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് അവർ തിരിച്ചറിയാണ്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും വളരെയേറെ വേദനിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളുടെ ഓർമ്മകളാൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവര് ഒരു ഇൻസ്പിറേഷൻ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഇൻസ്പിറേഷൻ? അവർക്ക് എല്ലാ ധൈര്യവും ചോർന്നു പോയതുപോലെ തോന്നുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. വളരെയേറെ വേദനിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് കാർഡിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. 6 ഓഫ് സോർട്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. 6 ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷനെയാണ് കാണിക്കുന്നത്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഹെൽപ്പ് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അവർ ഹീലാവുന്നു എന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. അവർ മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മാറി ചിന്തിക്കുകയാണ്. നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യുന്നില്ല. നിങ്ങൾ അവരുമായിട്ടുള്ള ഓർമ്മകളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നേ, എങ്കിൽ പോലും അവരെ നിർബന്ധിക്കുന്നില്ല ഒന്നിലേക്കും. നിങ്ങളെ തന്നെ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുകയാണ്. നിങ്ങൾ പറയുന്ന വഴികളിലൂടെ നിങ്ങൾ പോവാണ്. യൂണിവേഴ്സ് എനിക്കെല്ലാം തരുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പോകുന്നു. എന്നുവെച്ചാലോ അവരെ ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെറ്റിൻ ഗോയാണ്. നിങ്ങൾ മാറി നിൽക്കുന്നു.
അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിനെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ കാണുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളുമൊത്തുള്ള കുറച്ച് സമയം അവർക്ക് ആവശ്യമാണ്. ആ ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരെ സഹായിക്കാൻ ആരോ ഉണ്ടെന്ന് പറയാണ്. ഒന്നുകിൽ അവരവരുടെ സുഹൃത്തുക്കളോടോ അവർക്ക് വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികളോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കണം. എനിക്ക് എൻ്റെ പേഴ്സണെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, എന്തെന്നറിയില്ല, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നിലേക്ക് വരികയാണ്. അവർക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടാവോ, അവര് എന്നിൽ നിന്നും പോവോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഒരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കൂടുതലും കയറി വരുന്നത്. അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു പാതയിലാണെന്ന് പറയുകയാണ്. ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്ന, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കും പലപ്പോഴും തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിനെ മിസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുകയാണ്, സെർച്ചിങ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്? നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട്, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ്? അവരെക്കുറിച്ചാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് അവരുടെ ഓർമ്മകളിൽ നിന്നും മാറിപ്പോവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എപ്പോഴും ചിന്തിക്കുന്നില്ലേ? ഞാൻ വേണ്ടെന്ന് വിചാരിക്കുകയാണ്, ഞാൻ മാറിപ്പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. എന്നാലും 2 ദിവസം കഴിയുമ്പോഴൊക്കെ വളരെയേറെ മിസ് ചെയ്യാണ് അവരെ ഓർമ്മകൾ മിസ് ചെയ്യാന്ന്. എനിക്ക് അവരിൽ നിന്നൊരു മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രമേൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾ മൈൻഡിനെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാണ്, അല്ലേ? അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സ് എന്ന ആ ഒരു മെൻറ്ററിൽ പ്രാർത്ഥിക്കുകയാണ്. യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ എനർജി വേണം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ആ ഒരു പവർ കിട്ടണം. എൻ്റെ പേഴ്സൺ വരുമ്പോൾ വരട്ടെ, അതുവരേക്കും എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പവർ, ആ ഒരു വിഷൻ എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് ഹെർമിറ്റ് പറയുന്നത്. അവർ നിങ്ങളെ അന്വേഷിക്കുന്നത് പോലെ തന്നെ, നിങ്ങളെന്ന സോളിനെ അന്വേഷിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നത് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളെ വിട്ടു പോവില്ല, അവരാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നത്. വളരെയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള എനർജി തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് നിങ്ങളുടെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 10 ഓഫ് സോർഡ്സ് കാർഡാണ്. 10 ഓഫ് സോർഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിലെ വേദന അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു, നിങ്ങൾ വളരെയേറെ വേദനിച്ചിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം ഒരു മാറ്റം വരുന്നു എന്നാണ് പറയുന്നത്. അവർ തിരിച്ചു വരുന്നു, ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു, ഒരു ഡീപ്പ് ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളിലും ഹീലിംഗ് നടക്കുന്നുണ്ട്, അവരിലും ഹീലിംഗ് നടക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്, അവർ വിലപിക്കുന്നുണ്ട്. യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങളെന്ന സോളിനെ അവർ അന്വേഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഓപ്പർച്യൂണിറ്റി കണ്ടെത്താണ് അവർ, നിങ്ങളെ കാണുവാനുള്ള ആ ഒരു സാധ്യതയെ കണ്ടെത്താണ്. ഒരു ഹോപ്പാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും നിങ്ങളെന്ന വ്യക്തിയുടെ വേദന അവസാനിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവര് ഓരോ ദിവസം ഹീലാവാണ്, അതോടൊപ്പം തന്നെ നിങ്ങളും ഇവിടെ ഹീലാവുന്നുണ്ട്. 2 പേരിലും ഹീലിംഗ് സംഭവിക്കുകയാണ്. 2 പേരും അവരവരുടെ സോളിനെ കണ്ടെത്താണ്, അന്വേഷിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നെക്സ്റ്റ് കാർഡ് എന്തുകൊണ്ടും എന്തായിരിക്കണം? 2 ഓഫ് കപ്സ് കാർഡ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ 2 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. അവരെന്ന വ്യക്തിക്ക് റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സോൾമേറ്റ് കണക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ അവരെ സ്നേഹിച്ചിരുന്നോ അതേ തീവ്രതയോട് കൂടിയിട്ട് അവർ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ മനസ്സിനെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് വരുന്നു.
അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടുപോകാനായിട്ട് സാധിക്കില്ല. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണിത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഇതൊരു കമ്മിറ്റ്മെന്റിൽ എത്തുന്നുണ്ട്, മാരേജിൽ എത്തുന്നുണ്ട്. അവരെന്ന വ്യക്തി ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെയും അവരുടെയും സോൾ ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ സോൾമേറ്റ് ആണ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾക്ക് വളരെയേറെ വാല്യൂ തരുന്നുണ്ട്. കറണ്ട് ഫീലിംഗ് ആണ്. അവർക്ക് നിങ്ങൾ എന്ന വ്യക്തി വളരെ പ്രിയപ്പെട്ടതാണെന്ന് പറയാണ്. ഓക്കെ, അതിന് യൂണിവേഴ്സ് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് അവരുടെ സ്വപ്നങ്ങളെയാണ്, അവരുടെ പവർഫുൾ വിഷനെയാണ്. അവര് നിങ്ങളെന്ന ആ ഒരു വ്യക്തിയിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. അവരുടെ മൈൻഡിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അത് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. അവരിപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ പോവാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അവർ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തി ഇപ്പോൾ തിരിച്ച് നിങ്ങളുടെ ഓർമ്മകളാൽ ബന്ധിക്കപ്പെട്ടു നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. എന്താണ് യൂണിവേഴ്സ്, ഞാൻ അവരിൽ നിന്നും മാറിപ്പോയിട്ടും അവരെ വേദനിപ്പിച്ചിട്ടും അവരെന്തിനാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ അലട്ടുന്നുണ്ട്. എനിക്ക് ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമാണ്. അവരില്ലാതെ എനിക്ക് പൂർണ്ണതയിൽ എത്താനായിട്ട് സാധിക്കില്ല. ഞാൻ ഒത്തിരി അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഇത്രത്തോളം വേദനിപ്പിച്ച എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടാവാം. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരൊത്തിരി വേദനിച്ചു. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് അവർ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുള്ള വേദന ഉണ്ടാവുന്നു യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു വേദന ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടും അവരുടെ മടങ്ങി വരവ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ന വ്യക്തി അവരുടെ സോൾമേറ്റ് ആണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അത് യൂണിവേഴ്സിന്റെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് പോകുന്നതെന്നാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കും പറയുന്നത്. കുറേ കാര്യങ്ങൾ അവർ നിങ്ങളോട് ചോദിക്കും. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ അതിനുള്ള ഉത്തരവും നിങ്ങൾ കണ്ടെത്തി വെക്കണം. ഈ കാർഡ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് സ്വീകരിക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരുണ്ട്. എല്ലാവരും ഒരേ എനർജിയല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റീഡിങ് വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കിത് സ്വീകരിക്കാം. അല്ലാത്തവർക്ക് ഇത് വിട്ടുകളയാം. ഈ റീഡിങ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എന്നാലേ നിങ്ങൾ കറക്റ്റ് റീഡിങ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നീംസ്.